ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 1 ശ്ലോക 2. ഏവം ദുർലഭ്യ വസ്തുനി അപി സുലഭതയാ ഹസ്തലബ്ധേ യത് അന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ഭജന ക്ഷുദ്രത ഏവ സ്ഫുടേയം. ഏതേ താവത് വയം തു സ്ഥിരതര മനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനം ഏനം ഗുരുപവനപുരാധീശം ഏവ ആശ്രയാമഹ. ഏവം ഏതൊരു വിധത്തിലും ദുർലഭ്യം ദുർലഭമായിട്ടുള്ളത്, ആർക്കും ലഭിക്കുവാൻ സാധിക്കാത്തത്, വസ്തുന്യപി ബ്രഹ്മം എന്ന ജ്ഞാനത്തെ സുലഭതയാ എളുപ്പത്തിൽ ലഭിക്കുന്നത്, ഹസ്തലബ്ധേ ഹസ്ത എന്ന് വെച്ചാൽ കൈകൾ, ലബ്ധേ എന്ന് പറഞ്ഞാൽ ലഭിക്കുന്നത്, ഹസ്തലബ്ധേ കൈകളിൽ ലഭിക്കുന്നത്, യത് യഥ അന്യത് അന്യത് എന്ന് പറഞ്ഞാൽ അന്യദേവന്മാരിൽ, യഥ എന്ന് പറഞ്ഞാൽ അവരെ തേടിപ്പോകുന്ന, തന്വാ ശരീരം കൊണ്ട്, വാച വാക്കുകൾ കൊണ്ട്, ധിയാ ബുദ്ധി കൊണ്ട്, വാ ഉപയോഗിച്ച്, ഭജതി ഭജന ചെയ്ത് സ്തുതിച്ചുകൊണ്ട്, ഭദ കഷ്ടം, ജനഹ ജനങ്ങൾ, ക്ഷുദ്രത കൊള്ളരുതായ്മ, ഏവ ഈ വിധം, സ്ഫുടേയം സ്പഷ്ടമായി, ഏതേ എന്നാൽ, താവത് നമ്മളെല്ലാം, വയം തു ഭജിക്കുന്നത്, സ്ഥിരതര സ്ഥൈര്യത്തോടു കൂടി, മനസാ മനസ്സുകൊണ്ട്, വിശ്വ ലോകം, പീഡ ദുഃഖം, അപ അവയിൽ, ഹത്यै അറുതി വരുത്തുന്നത്, നിശേഷം മുഴുവനും ഒന്നും ശേഷിച്ചു വെക്കാത്തത്, ആത്മാനം മനസ്സും ആത്മാവും, ഏനം കൂടി, ഗുരുപവന പുരാധീശം ഗുരുവായൂരിൽ കുടികൊള്ളുന്ന, ഏവ ഒരേയൊരു, ആശ്രയാമഹ ആശ്രയമാണ്. ഏവം ദുർലഭ്യ വസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ഭജന ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവദ്വയം സ്ഥിരതര മനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശം ഏവാശ്രയാമഹ. ഏതൊരു വസ്തുവാണോ ദുർലഭമായിട്ടു ലഭിക്കുന്നത്, അത് ബ്രഹ്മം എന്ന ജ്ഞാനത്തെ പോലെ ആണ്. എന്നാൽ എളുപ്പത്തിൽ ലഭിക്കുന്നതും കൈകളിൽ വന്നു ചേരുന്നതും അന്യദേവർകളെ തേടി പോകാതെ തന്നെ ശരീരം കൊണ്ടും വാക്കുകൾ കൊണ്ടും ബുദ്ധി കൊണ്ടും ഉപയോഗിച്ച് ഭഗവാനെ സ്തുതിച്ച് ഇങ്ങനെ ഗുരുവായൂരിൽ വാഴുന്ന കൃഷ്ണ ഭഗവാനെ കാണാത്ത ആ ജനങ്ങൾ എന്തൊരു കഷ്ടമാണ്, എന്തൊരു കൊള്ളായിരുതാമയാണ്. ഈ വിധം മനസ്സിൽ സ്പഷ്ടമായി. എന്നാൽ നമ്മളെല്ലാം ഭജിക്കുന്നത് സ്ഥൈര്യത്തോടു കൂടിയ മനസ്സുകൊണ്ട്, ലോകം വളരെ ദുഃഖത്തിൽ നിന്നും ആഴ്ന്നു കിടക്കുമ്പോൾ അതിൽ നിന്നും രക്ഷിക്കുവാനായി, ആ ദുഃഖത്തെ മുഴുവനും അറുതി വരുത്തുവാനും, മനസ്സും ആത്മാവും മുഴുവൻ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുവാൻ ഗുരുവായൂരിൽ കുടികൊള്ളുന്ന ഒരേ ഒരു ആശ്രയമാണ് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ. താങ്ക് യു.